30ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ഇങ്ങനെ പറയുന്നു 10 ml of gaseous hydrocarbon on combustion give 40 ml of carbon dioxide and 50 ml of water vapor. Total number of carbon and hydrogen atoms in the hydrocarbon. ആ ഹൈഡ്രോകാർബണിൻ്റെ ടോട്ടൽ നമ്പർ കാർബണും ഹൈഡ്രജനുമാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്കുലാർ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഹൈഡ്രോകാർബണിൻ്റെ കമ്പസ്റ്റൻ റിയാക്ഷൻ അറിയാം. CXHY plus X plus Y/4O2 gives XCO2 plus Y/2 H2O. ഇതാണ് ഏത് ഹൈഡ്രോകാർബണിൻ്റെയും കമ്പസ്റ്റൻ റിയാക്ഷൻ, ജനറൽ കമ്പസ്റ്റൻ റിയാക്ഷൻ. എക്സ് എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, വൈ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം. എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഇവിടെ 10 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ 10 കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. ഇവിടെ വൈ എത്രയാണ്? അതിൻ്റെ പകുതിയാണ് വാട്ടർ ഫോം ചെയ്യുന്നത്. അതാണ് ഈ ഇക്വേഷൻ്റെ അർത്ഥം. നിങ്ങൾ എത്ര കാർബൺ എടുത്തോ അത്ര തന്നെ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. എത്ര മോൾ ഹൈഡ്രജൻ എടുത്തോ അതിൻ്റെ പകുതിയായിരിക്കും വാട്ടർ ഫോം ചെയ്യുന്നത്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. ഇവിടെ 10 ml ഓഫ് ഗേഷ്യസ് ഹൈഡ്രോകാർബൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ml കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു? 40 ml കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, 50 ml വാട്ടർ വേപ്പറും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഐഡിയ. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. എക്സ് ആണല്ലോ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. അപ്പോൾ 10x എന്ന് പറയുന്നത്, അപ്പോൾ ആ കിട്ടുന്ന ആ എക്സ് എത്രയാണോ അത് തന്നെ ആയിരിക്കണമല്ലോ ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇവിടെ CXHYയിൽ നമുക്ക് 10x എന്ന് എടുത്താൽ ആ 10x ആയിരിക്കും ഇവിടുത്തെ 40. അപ്പോൾ 40യോട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ x = 4 എന്ന് കിട്ടുന്നു. ഈസിയാണ്. ഓക്കെ, ഇനി അതുപോലെ y എത്രയാണോ അതിൻ്റെ പകുതി ആയിരിക്കും വാട്ടർ. ഇവിടെ y എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നമുക്ക് 10y ആണ്. 10y അതിൻ്റെ ഹാഫ് എത്ര? 5y ആയിരിക്കും. 10yയുടെ ഹാഫ് എത്രയാണ്? അതാണ് ഇവിടെ കിട്ടുന്നത്. y/2 അല്ലേ കിട്ടുന്നത്. അപ്പം 10yയുടെ ഹാഫ് എത്രയാണ്? 5y. ആ 5y ആണ് ഇവിടെ 50 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? y = 10 എന്ന് പറയാൻ പറ്റും. y = 10. അപ്പോൾ നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി. അപ്പം CXHY ആണ് ഫോർമുല. അപ്പം C4H10 ബ്യൂട്ടൈൻ, CnH2n+2 എന്ന് പറഞ്ഞ മോളിക്കുലർ ഫോർമുലയും ഇത് എന്ത് ചെയ്യുന്നു? ഒബേ ചെയ്യുന്നു. സോ ബ്യൂട്ടൈൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എല്ലാ ചോദ്യങ്ങളും നമ്മുടെ 30 ക്വസ്റ്റ്യനും NCERT ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇത് തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യനാണ്. ഇത് കമ്പസ്റ്റൻ റിയാക്ഷൻ. ഈസിയായി നമുക്ക് ആൻസറിലേക്ക് എത്താൻ. എല്ലാം NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ളതാണ്. നിങ്ങൾ വീണ്ടും വീഡിയോ കണ്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. നന്നായി പഠിക്കും.